ഓം നമഃശിവായ. നാം ഇന്ന് ജ്യോതിഷത്തിൻ്റെ 15ാമത്തെ വീഡിയോയാണ് പറയുന്നത്. ഇതിൽ നാം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി കേൾക്കുകയും ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. 5ാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പ്രജ്ഞാ പ്രതിഭാമേധ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്രമാതൃതനുജ പഞ്ചമാഭൗമോ മനസ്യമഭിചിന്യം എന്ന് പറഞ്ഞാൽ പ്രജ്ഞ എന്ന് പറയുന്നത് ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും തിരിച്ചറിയുവാനുള്ള ബുദ്ധി. പ്രതിഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാര്യങ്ങളും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചെയ്യുവാനുള്ള ബുദ്ധി ഉണ്ടാകുന്നു. ഇതിനെയാണ് പ്രതിഭ. മേധ ധാരണാശക്തിയുള്ള ബുദ്ധി, അതുപോലെ തിരിച്ചറിയുവാനുള്ള കഴിവ്. പുത്രന്മാർ, പൂർവജന്മ സുഹൃതം, മന്ത്രി ഇവയെല്ലാമാണ് 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഇനി കർക്കിടകക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. പുണർദം കാലുപൂയ മാലിന്യമാണ് കർക്കിടകക്കൂറ്. ഇവരെ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? യാതൊരു പ്രവൃത്തിയിലും അധ്വാനം, സമയം എന്നിവ കണ്ടെത്തുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിപരീതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. കുറച്ചൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കർക്കിടകക്കൂറാണ്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അത് മാർച്ചോടുകൂടി മാറുന്നതാണ്. ആ അഷ്ടമത്തിലെ ശനി കൊണ്ട് ഇവർക്ക് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാകാം. എന്നാൽ 11ൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഗുണകരമാണ്. ഭാഗ്യസ്ഥാന ശുഭി തതിഭി പ്രാണനഭിഷ്ടസ്ഥിതി. ഭാഗ്യസ്ഥാനത്ത് 11ാം ഭാവം ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ആ ഭാഗ്യസ്ഥാനത്ത് ശുഭനായ വ്യാഴമാണ് നിൽക്കുന്നത്. സാക്ഷാൽ ദൈവം തന്നെ, മഹാവിഷ്ണു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വരുന്ന ദോഷങ്ങളെ കുറച്ചൊക്കെ മാറ്റിക്കളയുവാനായിട്ട് വ്യാഴത്തിന് കഴിയും. ഇനി ഇത് കൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മറ്റൊരു കാര്യം. നമ്മൾ ഞാറ്റുവേല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഞാറ്റുവേല? സൂര്യൻ നിൽക്കുന്ന നക്ഷത്രത്തെയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഞാറ്റുവേലയ്ക്ക് 1 ഡിഗ്രിയാണ് ശരാശരി സൂര്യൻ സഞ്ചരിക്കുന്നത്. സാധാരണ 1 ഡിഗ്രിയാണ് സൂര്യൻ ശരാശരി ഒരു ദിവസം സഞ്ചരിക്കുന്നത്. അപ്പോൾ 13 ഡിഗ്രി 20 കലയാണ് ഒരു നക്ഷത്ര ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നക്ഷത്ര ദൈർഘ്യം കടക്കുന്നതിന്, അഥവാ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രത്തെ മാറുന്നതിന് 13 അല്ലെങ്കിൽ 14 ദിവസം വേണ്ടി വരും. ഒരു ഞാറ്റുവേലയിൽ എന്ന് പറയുമ്പോൾ 13-14 ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇനി ധർമ്മദേവതയെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? മനുഷ്യജീവിതം സുഗമമാക്കി തീർക്കുവാൻ, കുടുംബ ഭദ്രതയെ നിലനിർത്തി പോരുന്നതിന് വേണ്ടി പഞ്ചമൂർത്തി ചൈതന്യം, പഞ്ചേന്ദ്രിയ ചൈതന്യത്തിൻ്റെ ബിംബത്തിലേക്ക് അതിലേക്ക് കൊണ്ടുവരുന്നു. പല കുടുംബങ്ങളിലും ദേവതയെ പൂജിച്ച് അങ്ങനെ പഞ്ചേന്ദ്രിയ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെയാണ് ധർമ്മദൈവം എന്ന് പറയുന്നത്. ഇനി മദ്യപാനം മാറാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കഠിനമായ മദ്യപാനം അതൊന്ന് മാറ്റണം. അതിന് നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൂത്തറക്കാവെന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ മദ്യപാനം മാറ്റേണ്ടയാളെ മദ്യപിപ്പിച്ച് തന്നെ കൊണ്ടുപോകുക. അവിടുന്ന് ജപിച്ചു തരുന്ന അല്ലെങ്കിൽ അവിടുന്ന് തരുന്ന എണ്ണ സേവിക്കുക. കൂടാതെ
കുടുംബ പരദേവതയ്ക്ക് ഒരു ദിവസത്തെ പൂജ നടത്തുക. പഞ്ചസാരയിൽ മേധാസൂക്തം, മധുമതി സൂക്തം എന്നിവ ജപിച്ച് നൽകുക. ഇതാണ് അതിനുള്ള പ്രതിവിധി. ഇനി പ്രളം പ്രാണനാഥം വിളം വിശ്വനാഥം ജഗൽനാഥനാഥം സദാനന്ദഭാഗ്യം ഭവൽ ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനുദേവി. അപ്പോൾ നമുക്ക് ഈ മന്ത്രം എല്ലാവരും മിക്കവാറും കേട്ടിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയുള്ള മന്ത്രമാണെന്ന് നമ്മൾക്കറിയില്ല. നല്ല ഭർത്താവ്, നല്ല ഭാര്യ എന്നിവരെല്ലാം തന്നെ നല്ലതുപോലെ ജീവിക്കുവാനും വഴക്ക്, കുടുംബകലഹം ഒന്നും ഇല്ലാതെ മാറുവാനുമാണ് ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചൊല്ലുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.